ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഫ്രീ ആയിട്ട് യു കെയിൽ നിന്ന് കുറേ ക്യാഷ് കിട്ടുന്ന കേസാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് ഏത് വിസ വന്നിട്ടില്ല, അതായത് സ്റ്റുഡൻറ്റ് വിസയോ ഡിപ്പെൻഡൻറ്റ് സ്പോൺസർഷിപ്പോ ഏത് വിസ ആയാലും പ്രശ്നമില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടുത്തെ യു കെ ഗവൺമെൻറ് അല്ല, യു കെ ഗവൺമെൻറ് അണ്ടറിൽ വന്ന ബാങ്ക്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്യാഷ് തരും. ഇത് നിങ്ങൾ അറിയാതെ പോകരുത്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കിട്ടുന്ന ഒരു എമൗണ്ട് അല്ല, ഇവിടുത്തെ ഒരു എമൗണ്ട് നമ്മുടെ നാട്ടിലെ ഒരു ഇന്ത്യൻ റുപ്പീസിലായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 10,000 രൂപയൊക്കെയാണ് അവർ വെറുതെ തന്നത്. അപ്പം ഞാനിവിടെ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നപ്പോൾ എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഒരു പുള്ളി എനിക്കിത് അയച്ചു തരികയും പുള്ളിക്ക് അതുവഴി ക്യാഷ് കിട്ടുകയും ചെയ്തു. പക്ഷെ ഇതറിഞ്ഞായിരുന്നു ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്ത് ഞങ്ങൾക്കൊരു ഉപകാരമായേനെ. ബട്ട് അത് പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണം. നിങ്ങളിത് അറിയാണ്ട് പോകരുത്. നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് വെച്ചാൽ ഇതെങ്ങനെ കിട്ടണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ ഏതൊക്കെ ടൈപ്പ് ബാങ്ക് അക്കൗണ്ട് എടുക്കണം എന്ന് ഞാൻ ഒരു ഐഡിയ തരാം. ഫസ്റ്റ് വൺ, നിങ്ങൾക്കൊരു ഫിസിക്കൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കും. അതായത് നിങ്ങളുടെ സാലറി കാര്യങ്ങളൊക്കെ കയറാൻ വേണ്ടി ഒരു ഫിസിക്കൽ ബാങ്ക് അക്കൗണ്ട്. പിന്നെ ഒരു വെർച്വൽ ബാങ്ക് അക്കൗണ്ട്, അതായത് നിങ്ങളുടെ അല്ലറ ഇല്ലറ ഇവിടുത്തെ ഇടപാടുകളൊക്കെ ഇല്ല, ലൈക്ക് ഇങ്ങനെ ടാപ്പ് ആൻഡ് പേ ഒക്കെ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു വെർച്വൽ ബാങ്ക് അക്കൗണ്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതെന്ന് വെച്ചാൽ ഫിസിക്കൽ ബാങ്ക് അക്കൗണ്ട് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് SBI അങ്ങനത്തെ പരിപാടി. പിന്നെ വെർച്വൽ ഉദ്ദേശിക്കുന്നത് ഗൂഗിൾ പേ, അതിനൊരു ഫിസിക്കലായിട്ടൊരു ഇതില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ഞാൻ കുറച്ച് ബാങ്ക് അക്കൗണ്ട് സജസ്റ്റ് ചെയ്യാം. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ലോയിഡ്സ് ആണ്. എൻ്റെ എന്ന് വെച്ചാൽ വർക്കിൻ്റെ കാര്യത്തിൻ്റെയൊക്കെ പേയ്മെൻ്റ് ഒക്കെ വരാൻ വേണ്ടി ലോയിഡ്സ് എന്ന് പറഞ്ഞ ബാങ്ക് അക്കൗണ്ടാണ് യൂസ് ചെയ്യണം. പിന്നെ അതുകൂടാണ്ട് അല്ലാണ്ട് നല്ല ബാങ്ക് അക്കൗണ്ട് ഉള്ള ബക്ലീസ്, ഹാലിഫാക്സ്, അങ്ങനെ നല്ല കുറേ ബാങ്ക്സ് ഉണ്ട് ഇവിടെ. ഈ പറഞ്ഞ ബാങ്ക് ഫിസിക്കൽ ബാങ്ക്സ് ആണ്. ഇത് കൂടാണ്ട് ഇവിടെ വെർച്വൽ ബാങ്ക്സ് ഉണ്ട്. ഇവന്മാരാണ് ഞാൻ ഈ പറഞ്ഞ എമൗണ്ട് നമുക്ക് തന്നത്. അതായത് നിങ്ങൾ ഇവന്മാരുടെ ബാങ്ക് അക്കൗണ്ട് കയറ്റുവാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 2-3 പേരായിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുത്തവൻ ഈ അക്കൗണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എന്നിട്ട് നിങ്ങൾ മറ്റവനെ റെഫർ ചെയ്യണം നിങ്ങളുടെ ഈ അക്കൗണ്ടിൽ കൂടെ. അങ്ങനെയാണെങ്കിൽ ഇവന്മാർ തന്നത് എത്രയാണെന്ന് അറിയും? എനിക്ക് ഒരാൾക്ക് ഞാൻ റെഫർ ചെയ്തിട്ട് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ 60 പൗണ്ട്സാണ്. 60 പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഏകദേശം 6,000 രൂപ. ഇവിടെ വെറും 60. അവന്മാർ നോക്കുമ്പോൾ തന്നെ ചെറിയൊരു എമൗണ്ട് 60. ബട്ട് നമ്മുടെ പൈസയിലായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1000ന് പൊക്കത്തായിട്ട് എല്ലാം തന്നെ. അത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. നിങ്ങളൊരു 5 പേരായിട്ടാണ് വന്നത്. ഈ 60 പൗണ്ട് വെച്ച് അവനെ കൂടി കൂട്ടി 5 പേര്, ബാക്കി 4 പേർക്ക് അവൻ അയച്ചു കൊടുത്തെന്ന് വെച്ചോ. 6 × 4 24,000 രൂപ ഒന്നും അറിയാണ്ട് കൈ കയറണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ തുടക്കം തന്നെ പാർട്ട് ടൈം ഒക്കെ കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ചെലവിനുള്ള പൈസയെങ്കിലും ആദ്യത്തെ മാസം കിട്ടും. അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം വെച്ചാൽ എനിക്ക് കിട്ടി. ഞാൻ 2-3 പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. ഏകദേശം 10-18 രൂപേൻ്റെ അടുത്തെങ്ങാണ്ട് കയറിയെന്ന് തോന്നുന്നു. എൻ്റെ ഒരു മാസത്തെ ട്രാവലും അത് കൂടാണ്ട് എനിക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റി. ഇത് മറ്റേ MPL കളിച്ച് ക്യാഷ് ഉണ്ടാക്കി ഞാനവിടെ പണം. ഇതൊക്കെ എങ്ങനെയാണെന്നല്ലേ ആലോചിക്കുന്നത്. പക്ഷേ ജംഗ്ലി റമ്മി ഉള്ളപ്പോൾ ഇതെല്ലാം ഈസി ആയിട്ട് നടക്കും. ജംഗ്ലി റമ്മിയിൽ ടൂർണമെന്റ്സ് ട്രൈ ചെയ്യും. ഇവിടെ പോയി ഇത് ആ സ്കീമൊന്നുമല്ല, അത് ഉടായിപ്പ്, ഇത് ഒറിജിനലി. അത് മനസ്സിലാക്കി. ഇല്ല, പറഞ്ഞു വരുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ പറയല്ലേ, ആൾക്കാർ വിശ്വസിക്കൊന്നുമില്ല. എന്തായാലും ആട്ടെ, ഞങ്ങൾക്ക് പറഞ്ഞു തന്നെന്നില്ല. ഇങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ വെർച്വൽ ബാങ്ക് ആയിട്ട് വന്നത് ഇവിടെ കുറേ ഈ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് റെവല്യൂട്ട് എന്ന് പറഞ്ഞ പറഞ്ഞുകൊണ്ട്, പിന്നെ മോൺസോ എന്ന് പറഞ്ഞ പറഞ്ഞുകൊണ്ട്, അതായത് ജെന്യൂൻ ആയിട്ട് എൻ്റെ അക്കൗണ്ടിൽ ഫണ്ട് വന്ന്, അതായത് നിങ്ങളിപ്പോൾ റെഫർ ചെയ്യുന്ന ലിങ്ക് വഴി അവൻ കയറി കഴിഞ്ഞിട്ട് എന്താണെങ്കിലും ഇവിടെ അവിടെ ഇവിടെയൊക്കെ ടാപ്പ് ചെയ്യേണ്ട വരും. ടാപ്പിംഗ് സിസ്റ്റം ആണ്. അത് നിസാര കാര്യങ്ങൾ. എന്തായാലും നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കാർഡ് വേണ്ടി വരും. അതൊരു ക്രൈറ്റീരിയ. പിന്നെ എവിടെയെങ്ങാണ്ടൊക്കെ ടാപ്പ് ചെയ്ത് ഇത്ര എമൗണ്ട് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ക്രെഡിറ്റ് ആകും. 6,000 രൂപയ്ക്ക് ഒറ്റയടിക്ക്. എന്തായാലും എന്നാലും പിന്നെ ഈ ചില മാസങ്ങളിൽ അവന്മാർ റെഫർ ചെയ്യണ 200 പോകണ്ട, അതായത് 20,000 രൂപയൊക്കെ കൊടുക്കണം. ഇതാ പറഞ്ഞു, ഇത് അറിയാണ്ട് പോകരുത്. ഞാൻ എന്താണെങ്കിലും ഞാൻ ഇതിന്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ, അതായത് ഒരു ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ ഒരാൾ ഈ സാധനം ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്താണെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് അറിയാണ്ട് പോകരുത്. എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ളവർക്ക് റെഫർ ചെയ്യുക. ഓക്കെ, അതുവഴി നിങ്ങൾക്ക് എമൗണ്ട് കിട്ടും. എന്താണെങ്കിലും നിങ്ങൾ ഫിസിക്കൽ അക്കൗണ്ടും കയ്യിൽ വെച്ചോണം. അതേപോലെ തന്നെ വെർച്വൽ അക്കൗണ്ടും കയ്യിൽ വേണം. ബാങ്ക് അക്കൗണ്ടാണ് ഞാൻ മെൻഷൻ ചെയ്ത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇതെടുത്ത് കൈ വെച്ചോ. UK വരാനിരിക്കുന്നവരാണ്, ഏത് വിസ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താണേലും ഉപകാരപ്പെടും. ഇപ്പോൾ ഒരു വൈഫും എന്നെ ഹസ്ബൻഡായിട്ട് വരികയാണെങ്കിൽ ഒരാൾ ഡൗൺലോഡ് ചെയ്യാണ്ട് ഇത് വൈഫിനെ റെഫർ ചെയ്ത് കൊടുക്കുക. ഫണ്ട് കിട്ടും. എന്ത് വെറുതെ കിട്ടുന്ന കാശല്ലേ, ഇത് ആർക്ക് എന്ത് പോയി. അതാണ് ഇത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ വീഡിയോ. എനിക്കറിയാം കുറേ പേർക്ക് ഇത് അറിയത്തില്ല, അതായത് പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് അറിയത്തില്ല. എനിക്കൊരു പുള്ളി അയച്ചു തന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ആ പുള്ളി എന്ന ലിങ്ക് തന്നെയാണ് അയച്ചു കൊടുത്തത്. അപ്പോൾ പുള്ളിക്ക് എത്ര എമൗണ്ട് കിട്ടിയെന്ന് എനിക്കറിയാം. അത് പോട്ടെ, ഞങ്ങൾക്കിത് അറിയാണ്ടേ. പുള്ളി ഞങ്ങളോട് ഇത് മെൻഷൻ ചെയ്തുമില്ല. പുള്ളിക്ക് നല്ലൊരു എമൗണ്ട് അവിടെ വീഡിയോ ചെയ്ത്. എന്തായാലേ ഒന്നും അറിഞ്ഞില്ല. ഞങ്ങൾ ലാസ്റ്റ്
പൊട്ടന്മാരായിട്ട് ഇതൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് അയ്യോ അത്രയും കാശ് പുള്ളിക്ക് കിട്ടി, അത് നമ്മളൊരാൾ ഡൗൺലോഡ് ചെയ്തിട്ട് മറ്റൊരു റെഫർ ചെയ്തായിരുന്നു എത്ര കാശ് കഴിയുന്നതിന്, ഇതൊന്നും അറിയാണ്ട് പോയെന്നേ. അതാ പറഞ്ഞത്, നിങ്ങളിത് അറിയണം. അതുകൊണ്ട് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ജൂൺ 2, കുറേ ലോകമൊക്കെ പാസ്സായിട്ടുണ്ട്. അത് ഞാൻ വരും ദിവസങ്ങളിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ വേണ്ടവരൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോവുക, സംഭവം റെഡിയാക്കി വെക്കുക. എന്തായാലും സെപ്റ്റംബർ 2 വരാൻ നിൽക്കുന്ന കുറേ പിള്ളേരുണ്ടെന്നറിയാം, അവർക്കൊക്കെ ഉപകാരപ്പെടും. ശരി ഗൈസ്.